ഓണസദ്യയൊക്കെ തയ്യാറാക്കാനായിട്ട് മടിയുള്ളവർക്ക് വളരെ എളുപ്പത്തിൽ ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ ചോറും പരിപ്പും അവിയലും പച്ചടിയും ഒക്കെ ചേർത്ത് ചെറിയൊരു ഓണസദ്യ, അതും ഹെൽത്തി ആയിട്ട് ഒട്ടും തന്നെ എണ്ണ ഉപയോഗിക്കാണ്ട് എയർ ഫെയറിലാണ് കേട്ടോ തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഓണം നമുക്ക് പുറത്തു നിന്നൊന്നും മേടിക്കേണ്ട, വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ അരിയും പരിപ്പും ഞാൻ ഏകദേശം ഒരു 1.5 മണിക്കൂറോളം കുതിരാനായിട്ട് ഇട്ട് വെക്കുന്നുണ്ട്. കാരണം നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടാനാണ് കേട്ടോ. ആദ്യം നമുക്ക് അവിയൽ തയ്യാറാക്കാം. അവിയലിൻ്റെ കഷ്ണങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് ഒരു പാത്രത്തിലേക്ക്, അടപ്പുള്ളൊരു പാത്രത്തിലേക്കാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് വേവാൻ ആവശ്യത്തിന് വെള്ളമാണ് നമുക്ക് ആദ്യം ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു പാത്രം അടച്ച് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്തിരിക്കുന്ന എയർ ഫെയറിലാണ് കേട്ടോ വെച്ച് കൊടുക്കേണ്ടത്. ഒരു 5 മിനിറ്റോളം ഞാൻ പ്രീ ഹീറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഓരോ ഡിഷസും തയ്യാറാക്കുന്നതിൻ്റെ ടൈമും അതുപോലെ തന്നെ അതിൻ്റെ ടെമ്പറേച്ചറും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. വീഡിയോയുടെ കൂടെ പറയുവാണെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുമല്ലോ. ഇപ്പം നമ്മൾ അടച്ചിട്ട് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എയർ ഫെയറിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ കൈയൊക്കെ പൊള്ളാണ്ട് സൂക്ഷിച്ച് വേണം കേട്ടോ ഇതിലേക്ക് വെച്ച് കൊടുക്കാനൊക്കെ. 1-2 പ്രാവശ്യം ഞാൻ ഇടയ്ക്കൊന്ന് തുറന്ന് നല്ലതുപോലെ സ്പൂൺ ഉപയോഗിച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ അവിയൽ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ കണ്ടില്ലേ, എൻ്റെ കഷ്ണങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം. അരപ്പിട്ട് കൊടുത്തിട്ട് ഒരുപാട് നേരമൊന്നും കുക്ക് ചെയ്യേണ്ടതില്ല. നമ്മൾ സാധാരണ ഗ്യാസ് സ്റ്റൗവിൽ എങ്ങനെയാണോ അവിയൽ വേവിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ അരപ്പൊന്ന് വെന്ത് കിട്ടിയാൽ മതി കേട്ടോ. ഇടയ്ക്ക് നമ്മൾ തുറന്ന് നോക്കുന്ന സമയത്ത് വെള്ളം കുറവുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാനായിട്ട് മറക്കരുത്. ഇപ്പം നമ്മൾ അരപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം തുറന്ന് വെച്ചിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്. അടിപൊളിയായിട്ടുള്ള ഹെൽത്തി രീതിയിൽ തയ്യാറാക്കിയെടുത്ത നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വേണമെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ. ഈ ഒരു അവിയൽ വെന്ത് കിട്ടാനായിട്ട് ഏകദേശം ഒരു 10-15 മിനിറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ടൈമിങ്ങും അതുപോലെ തന്നെ ടെമ്പറേച്ചർ സെറ്റിങ്സും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ബീട്രൂട്ട് വെച്ചിട്ടൊരു പച്ചടിയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. ബീട്രൂട്ട് ഞാൻ ചെറിയ ചെറിയ പീസുകളായിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കുറച്ച് ഉപ്പും കൂടി ഒഴിച്ചിട്ട് നമുക്ക് എയർ ഫെയറിൽ വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് കുക്ക് ചെയ്തെടുക്കണം. എല്ലാം പ്രീ ഹീറ്റ് ചെയ്തിട്ടുള്ള എയർ ഫെയറിലാണ് കേട്ടോ നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. ഇപ്പം ഞാനിത് കണ്ടിന്യൂസ് ആയിട്ട് സദ്യ ആയിട്ട് തയ്യാറാക്കി എടുക്കുന്നത് കൊണ്ട് തന്നെ ഒരു പ്രാവശ്യം മാത്രമാണ് കേട്ടോ പ്രീ ഹീറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. ഓരോന്നും വെച്ചതിന് ശേഷം അടുത്തത്. അപ്പോഴാണല്ലോ നമുക്ക് എത്ര മണിക്കൂർ ഏകദേശം നമ്മുടെ സദ്യക്ക് എടുക്കുമെന്ന് മനസ്സിലാവുന്നത്. നമ്മുടെ ബീട്രൂട്ട് ഏകദേശം വെന്ത് വന്ന് തുടങ്ങുമ്പം ഞാനതിൻ്റെ അടപ്പ് മാറ്റിയിട്ട് ഒന്നുകൂടി ഒന്ന് നല്ല രീതിയിൽ സോഫ്റ്റ് ആവത്തക്ക രീതിയിൽ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കാനാണ്. നമ്മുടെ ബീട്രൂട്ട് നല്ലപോലെ വെന്ത് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ച് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ അരച്ചെടുക്കാം. നമ്മൾ ബീട്രൂട്ട് പച്ചടി എങ്ങനെയാണോ സ്റ്റൗവിൽ വെക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് കേട്ടോ. നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരു പേസ്റ്റ് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ചെറിയ രീതിയിൽ തരിതരിയായിട്ടാണ് കേട്ടോ നമ്മൾ അരച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മുടെ പച്ചടിയുടെ അരപ്പാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഒട്ടും തന്നെ പുളിയില്ലാത്ത തൈര്, അതും നമുക്ക് 2-3 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ നമുക്ക് നോക്കാം, ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. തൈരും കൂടെ ചേർത്തിട്ട് ഒട്ടും തന്നെ കട്ടകളില്ലാത്ത രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എത്ര സിമ്പിളായിട്ട് ഹെൽത്തി ആയിട്ടാണ് നമ്മൾ ബീട്രൂട്ട് പച്ചടി റെഡിയാക്കി എടുത്തിരിക്കുന്നത്. എനിക്ക് സദ്യയിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു വിഭവമാണ് കേട്ടോ ബീട്രൂട്ട് പച്ചടി. നിങ്ങൾക്ക് ഏതാണെന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇനി നമ്മൾ വേവിച്ചെടുക്കാനായിട്ട് പോകുന്നത് നമ്മുടെ അരിയാണ്. ഞാനത് നേരത്തെ പറഞ്ഞല്ലോ, ഒരു 1.5 മണിക്കൂർ നേരം കുതിർത്ത് വെച്ചിട്ടുള്ള അരിയാണ്. അതും ബസ്മതി റൈസാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. അതിലേക്ക് ഒരു 1.5 ഗ്ലാസോളം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ എയർ ഫെയറിലേക്ക് വെച്ച് വേവിച്ചെടുക്കുകയാണ്. എപ്പോഴും പ്രീ ഹീറ്റ് ചെയ്തതിൽ വേണം കേട്ടോ വേവിച്ചെടുക്കാനായിട്ട്. ഇത്രയും ഡിഷ് നമ്മൾ തയ്യാറാക്കിയതിൽ എനിക്ക് കൂടുതൽ സമയം വേണ്ടി വന്നത് അരി വേവിച്ചെടുക്കാനും അതുപോലെ തന്നെ നമ്മുടെ പരിപ്പ് വേവിച്ചെടുക്കാനും വേണ്ടിയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കിയിട്ട് വെള്ളം കുറവാണെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് മറക്കരുത്. നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് കേട്ടോ. അതുപോലെ തന്നെ ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസവും ഇല്ല. ഇടയ്ക്കിടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ആവശ്യമെങ്കിൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് മറക്കരുത്. ഒരു ദിവസമൊക്കെ നമ്മുടെ വീട്ടിൽ ഗ്യാസ് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതുപോലൊരു എയർ ഫെയറിൽ തന്നെ നമുക്ക് ചോറും കറികളും ഒക്കെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും.
അടുത്തത് നമ്മൾ വെണ്ടയ്ക്ക ഫ്രൈ ആണ് കേട്ടോ തയ്യാറാക്കി എടുക്കാനായിട്ട് പോകുന്നത്. വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയെന്നോ വെണ്ടയ്ക്ക ഫ്രൈ എന്നോ ഒക്കെ പറയാം. ഒട്ടും തന്നെ എണ്ണ നമ്മളിതിലേക്ക് ഉപയോഗിക്കുന്നില്ല. മാത്രമല്ല എനിക്ക് നമ്മൾ ഗ്യാസിൽ വെച്ച് തയ്യാറാക്കുന്നതിലും കായും കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ട് തോന്നി കേട്ടോ. നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എയർ ഫ്രയറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് മറക്കരുത്. ഇല്ല എങ്കിൽ ഒരു സൈഡ് മാത്രം ഫ്രൈ ആയി പോകും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കുന്നത്. മിക്കവരും വെണ്ടയ്ക്ക ഫ്രൈ ഒക്കെ നമ്മൾ എയർ ഫ്രയറിൽ തയ്യാറാക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് കേട്ടോ, വളരെ ഈസി ആയിട്ട് അതും പെട്ടെന്ന് തന്നെ തയ്യാറായിട്ട് കിട്ടും. പപ്പടം പൊള്ളിച്ചെടുക്കാനും അതുപോലെ തന്നെ നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിക്കുമാണ് ഈ ഒരു സദ്യയിൽ എനിക്ക് ഒട്ടും തന്നെ സമയം ആവശ്യമില്ലാണ്ട് വന്നത്. ഇത് നമ്മുടെ വെണ്ടയ്ക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്ക് പപ്പടം ഫ്രൈ ചെയ്തെടുക്കാം. ഒന്നിന് മുകളിൽ ഒന്നും വെച്ച് കൊടുക്കരുത് കേട്ടോ. ഇതുപോലെ 2-3 പപ്പടം വെച്ച് കൊടുത്തിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഒട്ടും തന്നെ ഓയിൽ ഉപയോഗിക്കാണ്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. നമ്മുടെ പപ്പടവും ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫൈനലായിട്ട് തയ്യാറാക്കാനായിട്ട് പോകുന്നത് നമ്മുടെ പരിപ്പ് കറിയാണ് കേട്ടോ. ഏകദേശം 1.5 മണിക്കൂറോളം കുതിരാനായിട്ട് വെച്ച പരിപ്പിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ പരിപ്പും ചോറും വെക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി ആവശ്യമെങ്കിലും വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് മറക്കരുത്. ഇനി ഇതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരു വെളുത്തുള്ളിയും കൂടെ ചേർത്തിട്ട് നമ്മൾ എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുത്ത് നല്ലപോലെ വേവിച്ചെടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ പരിപ്പ് കറി തയ്യാറാക്കാനും അതുപോലെ തന്നെ ചോറിനും വേണ്ടിയാണ് ഏറ്റവും കൂടുതൽ സമയം വേണ്ടി വന്നത്. നമ്മുടെ പരിപ്പ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലൊരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ആ ഒരു പരിപ്പ് നല്ലപോലെ ഒന്ന് മാഷ് ചെയ്തെടുക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ തുറന്ന് നോക്കുന്നുണ്ടായിരുന്നു. കുറച്ചും കൂടെ ചൂടുവെള്ളവും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനി നല്ലപോലെ ആ ഒരു പരിപ്പ് സ്മാഷ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിരുന്ന പരിപ്പ് കറിയുടെ കൂട്ടുകൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് വീണ്ടും എയർ ഫ്രയറിലേക്ക് വെച്ച് ഒന്നുകൂടെ ആ ഒരു അരപ്പൊന്ന് ചൂടാക്കിയെടുക്കണം കേട്ടോ. വലിയ ക്വാണ്ടിറ്റിയിൽ ഒരുപാട് പേർക്കൊന്നും നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റില്ല. കാരണം നമ്മുടെ എയർ ഫ്രയർ ചെറുതാണല്ലോ. അതുകൊണ്ട് 2-3 പേർക്ക് നമുക്ക് മാക്സിമം നല്ല സൂപ്പറായിട്ട് കഴിക്കാൻ പറ്റുന്ന സദ്യ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് കഴിയും. ഇപ്പം നമ്മൾ അരപ്പും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ അരപ്പ് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഓണസദ്യ നമ്മൾ എയർ ഫ്രയറിൽ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വിഭവങ്ങളൊക്കെ ഉണ്ട്. കൂടെ ഒരു അച്ചാറും പുളിയിഞ്ചിയൊക്കെ ഉണ്ടെങ്കിൽ സദ്യ കേമമായി. നമ്മുടെ എയർ ഫ്രയറിൽ തന്നെ ഞാൻ ബ്രഹ്മസലിയിലെ പായസവും മുമ്പ് തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു റെസിപ്പി ഇന്ന് ഞാൻ തയ്യാറാക്കിയിട്ടില്ല. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുവാണെങ്കിൽ ആ ഒരു റെസിപ്പി സെപ്പറേറ്റ് ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ പരിപ്പ് കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കിയ റെസിപ്പീസുകളെല്ലാം നമുക്കൊന്ന് കണ്ടു നോക്കാം. എല്ലാം തന്നെ നമ്മൾ വളരെ ഈസി ആയിട്ട് ഹെൽത്തി ആയിട്ട് തന്നെയാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല, അടിപൊളിയാണ്. ഇനി നമുക്ക് ഈ ഒരു സ്റ്റേജിൽ പരിപ്പ് കറിയിലേക്കും അതുപോലെ തന്നെ നമ്മുടെ പച്ചടിയിലേക്കും വേണമെങ്കിൽ 1 ടേബിൾ സ്പൂണോളം ഓയിലെടുത്തിട്ട് കടുക് കൂടി ഒന്ന് താളിച്ചിടാം. അപ്പോൾ എങ്ങനെ ഇത്തവണത്തെ നമ്മുടെ ഓണം ഹെൽത്തി ആയിട്ട് ഒരു തുള്ളി പോലും എണ്ണ ഉപയോഗിക്കാണ്ട് അടിപൊളിയായിട്ട് എയർ ഫ്രയറിൽ, അത് നമ്മൾ പുറത്ത് കാറ്ററിംഗുകാരെ കൊടുത്ത് ഓർഡർ ചെയ്തിട്ടൊന്നും എടുക്കാണ്ട് തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുക്കില്ലേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ മാത്രമാണ് ഇത്തരത്തിലുള്ള നല്ല വീഡിയോസുകൾ മറ്റുള്ളവരിലേക്ക് എത്തുകയുള്ളൂ. ഒപ്പം തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലല്ലോ. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം.